എടോ, താനിങ്ങനെ വിഷമിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. പുറത്തെ മുറിവ് ചെറുതായിരിക്കാം, പക്ഷേ അകത്ത് വീണ മുറിവ് ഒട്ടും ചെറുതല്ല. നാളത്തെ നിശ്ചയം എങ്ങനെ മുടക്കാൻ വേണ്ടി തന്നെയാ അവനത് ചെയ്തത്. അങ്ങനെ ആരുടെങ്കിലൊക്കെ ഭീഷണിക്ക് വഴങ്ങി പണി മതിയാക്കി പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രിയേ, ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ഒഫീഷ്യൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോ ഒഫീഷ്യൽ ലൈഫിൽ വരുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ബാധിക്കും. തിരിച്ചും സംഭവിക്കാം. എന്നാലും ഒരു അഡ്വക്കേറ്റ് അയാളുടെ കടമയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അവന് ജീവപര്യന്തം മേടിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണോ? അതവന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാ അവൻ എന്നെ ആക്രമിക്കാൻ വന്നത്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ല. വിഷമിക്കേണ്ട പ്രിയ. അവനെ പോലൊരു ക്രിമിനലിന്റെ ഭ്രാന്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചു തീർക്കാനുള്ളതാ. ഈ വിവാഹം നിശ്ചയിച്ചത് DK ഞാനും കൂടെ ചേർന്നു. അതിൽ നിന്ന് ഇനി പിന്മാറാനേ പോകുന്നില്ല. അങ്ങനെ നമ്മളെ ഇതിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പിന്മാറ്റാന്ന് അവിനാശി വിചാരിക്കുകയും വേണ്ട. അത് നടക്കില്ലെന്ന് ഇപ്പൊ അവന് ബോധ്യമായിട്ടുണ്ടാവും. പിന്നെ നീ പറഞ്ഞല്ലോ, വിവാഹ നിശ്ചയത്തിന് നമ്മൾ ഒരാഡംബരം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും ചേച്ചിയും മാത്രമേ വരൂ. മറ്റു ബന്ധുക്കളൊന്നും വിളിക്കേണ്ടെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കളല്ലേ. ഹലോ മൈ ഡിയർ സൺ, നിങ്ങൾ റെഡിയായോ? അല്ല, അമ്മ വരുന്നില്ലേ? എനിക്ക് മുട്ടു വയ്യാഞ്ഞിട്ടാ മോനെ. അല്ല, കുട്ടികളെല്ലാരും വരുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാരോട് പോയിട്ട് ഇങ്ങ് വന്നാ മതി. എന്നെ അനുഗ്രഹം എപ്പോഴും അവളോടൊപ്പം ഉണ്ടാവും. അങ്ങനെയാണോ അമ്മ വേണ്ടത്? ഒരു ചടങ്ങ് നടക്കുമ്പോ അമ്മയുടെ സാന്നിധ്യമല്ലേ അവിടെ വേണ്ടത്? അമ്മ ഇവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാ മതിയോ? സാരമില്ല മോളെ, ഇവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എടാ മോനെ, ആ അവിനാശിന്റെ കാര്യത്തിൽ എന്തായി തീരുമാനം? അവിനാശിന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടമ്മേ. അതിനെ നടപ്പാക്കിയാൽ മാത്രം മതി. എന്ത് തീരുമാനത്തിന്റെ കാര്യം നീ പറയുന്നേ? അവനെ എങ്ങനെയെങ്കിലും ആ പോലീസ് സ്റ്റേഷനിൽ തളച്ചിടണം. കമ്മീഷണർ അതിനുവേണ്ട ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അല്ല മോനെ, അവനവിടെ നിൽക്കുവോ? നിൽക്കും, അല്ലെങ്കിൽ നിർത്തും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണ നിശ്ചയം നടത്തിയിട്ടേ നീ തിരിച്ചു വരാവൂ. അതോർത്ത് അമ്മ വിഷമിക്കേണ്ട. ഇന്നത്തെ നിശ്ചയത്തിന് ഒരു മുടക്കവും സംഭവിക്കില്ല. എന്റെ കൃഷ്ണ, അത്ര ധൈര്യത്തോടെയൊന്നും ഇന്നവൻ അങ്ങോട്ട് കയറി വരുന്ന എനിക്ക് തോന്നുന്നില്ലമ്മ. എടാ മോനെ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചുള്ള ഈ കളി എങ്ങനെ തീർത്തേ പറ്റൂ. മൈസൻ, നീ പറഞ്ഞ പോലെ അവനെ ആ പോലീസ് സ്റ്റേഷൻ തന്നെ തളച്ചിടണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. ജ്യോതി, ഞാൻ ഇറങ്ങുന്നു. ഞാൻ നിന്നെ വിളിക്കാം. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നത്? അല്ലമ്മേ, അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് പോയിക്കോളാം. അതെ, നിങ്ങൾ ഒരുമിച്ച് പോകുന്നല്ലായിരുന്നോ നല്ലത്? ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാമ്മേ
രണ്ടായിട്ട് തന്നെ പോണം, എന്നാലേ നടക്കൂ. തൊടില്ല നീ, തൊട്ടാലേ എന്റെ അവസാനോ. വച്ചിട്ട് പോടാ. കുറെ ചിരിപ്പിച്ചിട്ട് അങ്കിള് ഫോൺ വെച്ചു. നല്ല ഫോമില്ല. മോളെ നീ വേഗം റെഡിയാകും. നിങ്ങൾക്കൊരു പേടിയില്ലേ? എന്തിന്? ഭൂമിയോളം താഴ്ന്നാൽ പിന്നെ വേറെ എങ്ങോട്ട് പോകാനാ ചിലത്? പാതാളത്തിലേക്ക് പോകാൻ ഞാൻ മഹാബലിയൊന്നും അല്ലല്ലോ. മോളെ അവര് വരുന്നതിന് മുമ്പ് മോള് വേഗം റെഡിയാകാൻ നോക്കും. ചെല്ലു മോളെ. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് അവിനാഷിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. ഞാനതൊന്ന് പെരിപ്പിച്ച് പറഞ്ഞ് അവനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും ഇപ്പൊ സ്റ്റേഷനിലെത്തും. അവനോട് എത്തിയ പിന്നെ ഇന്ന് മുഴുവൻ ആ കേസിൽ അവനെയും കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. നിശ്ചയത്തിന്റെ സമയത്ത് അവൻ ആ പരിസരത്ത് പോലും വരില്ല. എസ് പിയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഐ എം സോറി. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. താനൊന്ന് പോടും. ഇതൊക്കെ എന്റെ ഒരു പ്രിവിലേജ് അല്ലേ? തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം, അതേ ഉള്ളൂ. എന്തായാലും വരട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. താൻ പോയി ധൈര്യമായിട്ട് നിശ്ചയത്തിനുള്ള ഏർപ്പാട് ചെയ്യും. അവൻ വരില്ല. ഓക്കെ? ഓക്കെ, താങ്ക് യു. എന്താ സർ വരാൻ പറഞ്ഞേ? ഞാൻ വൈഫ് ഹൗസ് വരെ ഒന്ന് പോവാ, പ്രിയയുടെ എൻഗേജ്മെന്റിന്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൻ ഭംഗിയായി നോക്കിക്കോണം. ശരി സർ. ഇത് കൊണ്ടുവന്ന് ഫിനാൻസിൽ കൊടുത്തേക്ക്. ഓക്കെ സർ, ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ശരി. ഇത് അവിനാശിന്റെ നമ്പറാണല്ലോ. അവൻ സ്റ്റേഷനിലേക്ക് പോയില്ലേ? അതോ അവിടെ ചെന്ന് കയറി അവൻ പെട്ടോ? കമ്മീഷണർ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. ഹലോ. ഹലോ DK. മനുഷ്യർക്ക് കുറച്ചൊക്കെ അതിബുദ്ധിയാവാം, പക്ഷേ അത് ഒരുപാടങ്ങാവാൻ പാടില്ല. പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിക്കപ്പെടും. കമ്മീഷണറെ കൊണ്ട് എന്നെ അങ്ങ് സ്റ്റേഷനിൽ തളച്ചിടാന്നുള്ള നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടല്ലോ, അത് നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ DK? നിന്നെ ഫുൾ ടൈം അവിടെ തളച്ചിടാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിശ്ചയത്തിന്റെ സമയത്ത് നിന്നെ അവിടെ തളച്ചിടാമെന്ന് കമ്മീഷൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല DK. ഞാൻ സ്റ്റേഷനിലേക്ക് പോയാലല്ലേ എന്നെ അവിടെ തളച്ചിടൂ. മോളെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ. ദേ, ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് സന്തോഷമായിട്ടിരുന്നൂടെ? ഞാൻ എങ്ങനെ സന്തോഷിക്കും ചേച്ചി? ഓർക്കുമ്പോ ഒരു സമാധാനവും ഇല്ല. ഏത് നിമിഷത്തിൽ അവൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന് പോലും അറിയാൻ പറ്റില്ല. നീ അതൊന്നും ആലോചിച്ചിപ്പ ടെൻഷൻ അടിക്കണ്ട. ദേ, അതൊക്കെ ഏട്ടൻ നോക്കിക്കോളും. കഴിഞ്ഞ അനുഭവം മുന്നിലുള്ളതുകൊണ്ട് ഏട്ടൻ നല്ല കരുതലെടുക്കുന്നുണ്ട്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്തു വന്നാലും ഇന്ന് ഈ കല്യാണ നിശ്ചയം ഭംഗിയായിട്ട് നമ്മൾ നടത്തും. ആരും ഒരു ശല്യത്തിനും വരില്ല. ചേച്ചിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഉറപ്പാ. അതെന്താ അത്രയ്ക്ക് ഉറപ്പ്? എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസം.
പിള്ള എവിടെ? ആ ഇതൊന്ന് വിരിച്ചിട്ടേ. ഇനി ഞാൻ നേരി അങ്കിളെ ആ അങ്കിളെ സമയായോ? ആ സമയമായി വരുന്നു. ആ തിരി ഒന്ന് തെളിച്ചു ചെറുപിള്ളേ. ഉണ്ടല്ലോ. ആ എല്ലാരും എത്തിയോ? ആഹാ. നിങ്ങൾ എത്തിയോ? വാ വാ വാ. വാ വാ വാ. അല്ല കല്യാണ പെണ്ണ് എവിടെ? രണ്ടുപേരും മേലുണ്ട്. നിങ്ങളെ കൂട്ടിയല്ലേ? ചെല്. ആ എന്തൊക്കെയാ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നന്നായിട്ട് പോകുന്നു. സുധാകരനാരെ ഒരു മിനിറ്റ്. അത്യാവശ്യം വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അങ്ങനെ മതി. ഡി കെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഡി കെ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അവൻ ഈ പടി കടന്നു വന്നാ അടിച്ചവന്റെ കയ്യും കാലും ഒടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെയാ നിൽക്കുന്ന. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ അവനെ പൂട്ടാനുള്ള വഴിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കടന്ന് ഇവിടെ വരാനുള്ള ധൈര്യമൊന്നും അവൻ കാണിക്കില്ല. ആ ഒരു മിനിറ്റേ. ഹലോ, എന്തായി? അവനാഷിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അയാളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. സൈബർ സെല്ലിൽ വിളിച്ച് അയാളെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഡി കെ, ഞാൻ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് അയക്കാം. താൻ ഈഗോ ഒന്നും വിചാരിക്കണ്ട. അവരവിടെ ഉള്ളത് നല്ലതാ. ഏയ് അവൊന്നും വേണ്ടടോ. പോലീസ് പ്രൊട്ടക്ഷനിൽ വിവാഹ നിശ്ചയം നടത്തേണ്ട കാര്യമൊന്നും തൽക്കാലമില്ല. അവനോട് വരില്ല, അതെനിക്ക് ഉറപ്പാ. എന്തായാലും അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അതെന്നെ അറിയിക്കേ. ഓക്കെ ഓക്കെ. എന്താ അവന് എന്ത് പറ്റി? അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവൻ ഇതുവരെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കമ്മീഷണർ അവനെ വെയിറ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അവൻ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കുമോനെ? അവൻ അത്രയ്ക്ക് ബുദ്ധിമാനാ. അങ്കിള് പേടിക്കണ്ട. ഇന്നത്തെ ദിവസം അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവനെ ഞങ്ങൾ തവിട് പൊടിയാക്കും. അങ്കിളെ, അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? ഡി കെയുടെ സൈന്യം ഇവിടെ നിൽക്കല്ലേ? ഡി കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവനെ എപ്പോ പഞ്ഞിക്കിട്ട് കടലിൽ ഒഴിക്കുന്നത് ചോദിച്ചാൽ മതി. ജയപ്രകാശ് എത്തിയെന്ന് തോന്നുന്നു. വാ. കമ്മീഷണർ സ്റ്റേഷനിലെത്തി കാണും. എന്നെ സ്റ്റേഷനിൽ കുരുക്കി തളച്ചിടാനുള്ള നാടകമായിട്ട് ഇറങ്ങിയേക്ക. പാവം. ഇവിടെ കിടന്നടിക്കട്ടെ. നീയോ? നീ എന്താ ഇവിടെ? അതെന്താ? എന്റെ ആങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് വന്നൂടെ? പിന്നെ വരാലോ. അല്ല ശരിക്കും എടി നീ ഇന്നാ വരേണ്ടത്. കറക്റ്റ് ടൈമിലാ നീ വന്നത്. ഞാൻ എന്റെ കല്യാണ നിശ്ചയത്തിന്. എന്റെ കൂടെ വേറെ ചിലരും കൂടി ഉണ്ട്. വേറെ ചെല്ലോ? അതാര്? ആ കൊള്ളാം. എല്ലാവരോടും ഒരുമിച്ചിങ്ങ് പോകുന്നല്ലേ? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നായിരിക്കും. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ? അല്ല, ഒരു ചടങ്ങ് നടക്കുമ്പോ എല്ലാം അതിന്റെ ചിട്ടയോടെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ 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 അത് വേണം, അത് വേണം, എന്തായാലും വേണം.
ഞാൻ ഡി കെയോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തമ്മിലൊരു വൈരാഗ്യത്തിന്റെ ആവശ്യമേ ഇല്ല, നമ്മൾ ബന്ധുക്കളല്ലേ. ആ, എന്റെ അനുജത്തി നിങ്ങളുടെ മരുമകന്റെ ഭാര്യ, അപ്പൊ ആ വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ അല്ലേ. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ അനുജത്തിയെ ഞാൻ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്ത് കുഴപ്പം വരാനാ? അവക്കൊരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും കൂടി അവളെ ഭീഷണിപ്പെടുത്തി ആകെ ടെൻഷൻ അടിപ്പിച്ച് വെച്ചേക്ക. അതെങ്ങനെ നടക്കുമെന്ന് ഒന്ന് കാണണം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ വിചാരിക്കുന്ന പോലെ പ്രിയെ ഞാൻ കൊണ്ടുപോകും. അതൊന്നും നടക്കില്ല അവിനാശേ. അഥവാ അങ്ങനെ നടക്കണമെങ്കിൽ നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. തൽക്കാലം എനിക്ക് മരിക്കാൻ മനസ്സില്ല. കാരണം എന്റെ ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തീരുമാനിച്ച് മാറ്റിവെച്ചിട്ടുള്ളതാ. അതിൽ കയറി തൊട്ട് കളിക്കാൻ വരുന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ ഞാൻ വന്നത് എന്റെ അനുജത്തിയുടെ നിശ്ചയം കഴിഞ്ഞു എന്ന് പറയാനാണ്. ഇനി അവളുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാൽ ഇപ്പൊ നിന്നെ കെട്ടിയിട്ടത് ഈ മുറിയില്ല. ഇനി നിന്നെ ഈ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിക്കളയും ഞാൻ. കേട്ടോടാ? അങ്ങനങ്ങ് പറഞ്ഞു പോകാതെ ഡി കെ. എന്നെ കുഴിച്ചു മൂടാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അമരാവതിയിലെ ഒരുപാട് പേരുടെ കരച്ചിലുയരും. ലോകത്തിലെ ആരോടും ഒന്നിനോടും ഒരു ആത്മാർത്ഥത ഇല്ലാത്തവനാ നീയെന്ന് ഞങ്ങൾക്കറിയാം. സ്വന്തം പെങ്ങളുടെ ജീവൻ പോലും നിനക്കൊരു പ്രശ്നമല്ലെന്നും എനിക്കറിയാം. അവളെ മുന്നിൽ നിർത്തി പോലും നീ എന്ത് ക്രൂരതയും കാണിക്കും. വേണമെങ്കിൽ അവളുടെ ജീവിതം തന്നെ നീ ഇല്ലാതാക്കും. പക്ഷെ നീ ഒന്നോർത്തോ, അമരാവതിയിലെ ഒരു പെൺകുട്ടിയുടെയും ജീവിതം പോലും ഇനിയൊരു ദുരന്തമായി മാറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് നീ ശ്രമിച്ച നിന്റെ ജീവിതം ദുരന്തമായി പോവേ ഉള്ളൂ. കാണാം നമുക്ക്. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവളുടെ വിവാഹത്തിന്റെ തീയതിയും നാളെ തീരുമാനിക്കും. അത് ഞാൻ നടത്തിയിരിക്കും. കേട്ടോടാ? ആണോടാ? എന്നെ നീ എന്ത് ചെയ്യും? തല്ലുവോ അതോ കൊല്ലുവോ? എങ്കിൽ തല്ലടാ, തല്ലടാ, എന്നെ തല്ലേ, തല്ലടാ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ ചോദിച്ചു വാങ്ങിക്കാ നീ. എന്താടാ തിരിച്ചടിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ തല്ലാൻ തിരിച്ച് നിന്റെ കൈ പൊന്തിയാല് കൊന്നേക്കണം നീ എന്നെ. അല്ലെങ്കിൽ നിന്നെ ജീവനോടെ ഞങ്ങൾ വെച്ചേക്കില്ല. ജയിലിൽ പോവേണ്ടി വന്നാലും നിന്നെ കൊന്നിട്ടേ പോവൂ. കൊള്ളാം. നല്ല ഉശിരുണ്ട് അളിയന്റെ കൈക്ക്. ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നില്ല. എന്റെ പെങ്ങള് വിധവയാന്ന് കേൾക്കാൻ എനിക്കിഷ്ടമല്ലടാ. അതുകൊണ്ട് ഈ അടി അളിയന്റെ പേരിൽ ഞാനങ്ങ് വരവ് വയ്ക്കുക. എന്റെ പെങ്ങളുടെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്ന ദാനവാ ഇപ്പൊ നിന്റെ ജീവൻ. ഇല്ലെങ്കിൽ ഇതിനകം നിന്നെ ഞാൻ തീർത്തേനെ. അവിനാഷേ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ആണായിട്ട് ജീവിക്കുമ്പോ അന്തസ്സായിട്ട് ജീവിക്കണം. പക്ഷെ നീ ജീവിക്കുന്നത് ഒരു മനുഷ്യനായിട്ടല്ല, മൃഗമായിട്ടാ.
ഇനി നിർത്തിക്കോണം നിന്റെ കളി. നിങ്ങളെല്ലാവരും ചേർന്ന് ദ്രോഹിച്ചത് എന്നെ. ഞാൻ ആഗ്രഹിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രിയേ. അവളുടെ കൂടെ സന്തോഷകരമായ ഒരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിലവിൽ നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവളെ എന്ത് ചെയ്യും? സൂര്യ, അവളെ ഞാൻ മനസ്സിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ചു. ഇനി അവളോടത്തൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. പകരം പ്രിയ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് തടസ്സം നിന്നാലേ അതാരായാലും ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ എന്നെ എതിർക്കുന്നവരെ എനിക്ക് ഒഴിവാക്കേണ്ടി വരും. അതിപ്പോ സ്വന്തം പെങ്ങളായാലും അങ്ങനെ ചെയ്യേണ്ടി വരും. ഓർത്തു വെച്ചോ നീ അവനേഷേ, എല്ലാ നെറുകേടുകളുടെ അവസാനം ഒരു വീഴ്ചയുണ്ട്. ഒരു ദിവസം നിനക്ക് സംഭവിക്കാം ആ വീഴ്ച. പിന്നെ ഈ ജന്മത്തൊരിക്കലും നീ അതിൽ നിന്ന് കരകയറില്ല. അതായിരിക്കും നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ തകർച്ച. പിന്നെ നിന്റെ മുമ്പില് ഒറ്റ മാർഗേ ഉള്ളൂ, ആത്മഹത്യ. പൊയ്ക്കോടാ, പോ ബാലു. ചെന്ന് നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്ക് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടെന്ന്. പോടാ. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടണോ? പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയാലും പ്രതികരിക്കാതിരിക്കണം. ചോരയും നീരുമുള്ള ഒരു മനുഷ്യനാ ഞാനും. എന്നോടുള്ള ദേഷ്യം അവൻ ചിത്രയോട് തീർത്തു. ഇനിയും ഞാൻ ക്ഷമിച്ചിരിക്കണമെന്നാണോ? എന്തായാലും നിശ്ചയം വരെയെല്ലാം ക്ഷമിച്ചു. ഇനി വിവാഹം അതെങ്ങനെ നടത്തണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൈസൺ, കൂൾ കൂൾ കൂൾ. പത്മാസുരന്റെ ജന്മം അവന്റേത്. അവന്റെ തകർച്ചയും മരണവും അവൻ നിമിത്തം തന്നെ സംഭവിക്കും. ദേ, ക്ഷമയാണ് ബലം. ജയിക്കാനുള്ള ആയുധവും അത് തന്നെയാ. ഏട്ടാ വാ, തൽക്കാലം അവനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നില്ലേ? പിന്നെ എടുത്തു ചാടിയ ചിലപ്പോൾ അബദ്ധം പറ്റിയെന്ന് വരും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത അവന്റെ നാശത്തിലേക്കുള്ള വഴിയും അവൻ തന്നെ കൊണ്ടുവന്ന് തരും. പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. താനൊന്ന് പോടോ. പ്രിയ, പറയട്ടെ. പ്രിയ, പ്രിയ, പ്രിയ. നീ പൊയ്ക്കോ, നിന്നെ ഞാൻ എടുത്തോളാം. അവൻ നിന്റെ കയ്യിൽ ഒരു മോതിരിട്ടെന്ന് കരുതി നീ അധികം നെകളിക്കണ്ട. ഈ ജീവിതത്തില് ഞാൻ തീരുമാനിക്കുന്ന ഇടം വിട്ട് നിനക്ക് പോകാൻ പറ്റില്ലടി, ഒരിക്കലും പറ്റില്ലടി.
ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മ ഇപ്പൊ എന്നെ തല്ലി? ഇന്ന് വരെ ഞാൻ അമ്മയോട് ബഹുമാനത്തോടല്ലേ പെരുമാറിയത്. അമ്മ അതൊക്കെ മറന്നുപോയോ? മറന്നത് നീയാടാ. അമരാവതി വീടിനെ നീ മറന്നു. അവിടെ ജീവിക്കുന്ന നിന്റെ അനിയത്തെ നീ മറന്നു. അവിടെ ലൈഫ് പോയാലും നിനക്കൊരു പ്രശ്നമില്ല അല്ലേടാ? അമ്മേ, ഞാനൊന്നും മറന്നിട്ടില്ല. ഒരു കാരണവുമില്ലാതെ എന്നെ ദ്രോഹിക്കുന്നത് മുഴുവൻ അമ്മയുടെ മുഖം തന്നെയാ. അമ്മ പറ, ഡിക്കയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര ബഹുമാനത്തോടെയാ ഞാൻ ഡിക്കയോട് പെരുമാറിയിട്ടുള്ളത്. ഒരു കാരണവുമില്ലാതെ ഡിക്ക് എന്നെ എത്ര തവണ ദ്രോഹിച്ചു. അപ്പോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ഇല്ലമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യയെ അമരാതി വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് തെറ്റല്ലടാ. ലൈഫ് മുഴുവൻ കൂടെ ഉണ്ടാകേണ്ട വൈഫിനെ നീ കൊല്ലാൻ നോക്കിയില്ലടാ. റോങ്ങല്ലേടാ അത്? പക്വതയില്ലാത്ത ഒരു ലിറ്റിൽ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ട് ലൈഫ് തകർത്തു. എന്റെ ചോദ്യം മോൾക്ക് പോയിസൺ കൊടുക്കാൻ നീ ബാലുവിനെ പ്രേരിപ്പിച്ചില്ലേ? നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഇറങ്ങി പോടാ. വേണ്ട വേണ്ട, ഞാൻ നിങ്ങളെ ആരെയും കൊല്ലാനൊന്നും അല്ല വന്നത്. പ്രിയ, ഞാൻ നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിന്നോട് കുറച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അതിന് നീ എനിക്ക് കുറച്ച് സമയം തരണം. തന്നേ പറ്റൂ. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട, നിങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ട. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ എന്നെ കല്യാണം കഴിക്കുകയും വേണ്ട. പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. നാളെ നീ എനിക്കതിന് കുറച്ച് സമയം തരണം. തന്നേ പറ്റൂ. എനിക്ക് നിന്നോട് സംസാരിക്കണം പ്രിയ, സംസാരിച്ചേ പറ്റൂ. ഇവളോട് നിനക്ക് എന്താടാ സംസാരിക്കാനുള്ളത്? ഇത്രയും നാള് സംസാരിച്ചൊന്നും പോരെ നിനക്ക്? ഒന്നും അറിയാത്ത എന്റെ അനിയത്തിയുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം ഇത്രയും നശിപ്പിച്ചത് പോരാ. ഇനിയും നിനക്ക് അവളോട് സംസാരിക്കണം അല്ലേ? ഇവൾ ഇനി നിന്നെ കാണുകയില്ല, നിന്നോട് സംസാരിക്കുകയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് മേൽ നിന്റെ ഒരു നിഴലെങ്കിലും വീണ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ദാ, ഈ നിൽക്കുന്ന ജയപ്രകാശുമായിട്ട് ഇവളുടെ കല്യാണം ഞങ്ങൾ നടത്തുക. അതിന് ഇനി ഒരു മാറ്റവും ഇല്ല. ഇറങ്ങി പോടാ. ചേച്ചി, കുഴപ്പമില്ല, ഞാൻ പോയേക്കാം. പക്ഷെ പ്രിയ, നീ ഒന്നോർത്തോ, ഈ കല്യാണത്തിന് മുൻപ് നീ എന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരും. വരുത്തം ഞാൻ. അതൊക്കെ കൂടുതൽ ഇഷ്ടമാവുകയും ചെയ്തു. പരസ്പരം മനസ്സിലാക്കി തുറന്ന് സംസാരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരിക്കലും പിരിയില്ല. അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുകയും ചെയ്യും. അതെ, നമുക്ക് ഉറങ്ങാം. ഹലോ, എനിക്കും ഉറങ്ങണം. നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാ. അതിന് നാളെ എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല. നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തരണേന്ന് ദേവിയോട് പ്രാർത്ഥിക്കണ്ടേ? പിന്നെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ കുടുംബ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഒന്ന് വാങ്ങണം. കിടന്നു.
പൈലറ്റിൽ കണ്ട എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത്. അമ്മേ, അമ്മക്കറിയില്ലേ? മക്കളെ, ആ ഡോക്ടറോടൊന്ന് ചോദിക്കേ എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന്. അമ്മ സർജറി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അയ്യോ, അതെ, 2 യൂണിറ്റ് ബ്ലഡ് വേണ്ടി വരും. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഒന്ന് ബ്ലഡ് ബാങ്കിൽ പോയി ക്ലിയർ ചെയ്യണം. ശരി. അമ്മേ, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ മുറിയിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് ബ്ലഡ് ബാങ്ക് വരെ പോയിട്ട് മായേ, അമ്മയെ മുറിയിലേക്ക് കൊണ്ടു. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അമ്മയെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കൊള്ളാം. വാ. അമ്മ മുറിയിലേക്ക് പോവാം. വേണ്ട മോളെ, എനിക്ക് ഇവിടെ ഇരുന്നാ മതി. അവിടെ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്താ അമ്മ ഇത്? ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും ഒരുപോലെയല്ലേ? അവിടെയാണെങ്കിൽ അമ്മയ്ക്ക് അല്പനേരം കിടക്കാം. പ്രിയ, നീയും കൂടെ വാ. വേണ്ട മായേച്ചി, മായേച്ചി അമ്മയും കൊണ്ട് പൊയ്ക്കോ. ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ ചെല്ല്. വാ അമ്മേ, നമുക്ക് മുറിയിലേക്ക് പോവാം. എണീക്ക്, വാ. വേണ്ട മോളെ, എനിക്ക് അങ്ങോട്ട് പോകണ്ട. അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ, അവളെ കാണാതെ. സിസ്റ്ററെ, എന്റെ മോക്ക് ബോധം തെളിഞ്ഞോ? ബോധമൊക്കെ തെളിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കൊണ്ടുവരും മാഡം. ആ, മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ. അയ്യോ, തൊടണ്ട, അതിൽ കരുത്തട്ടെ. അയ്യോ, ഇല്ലമ്മ, കുഴപ്പമില്ല. പതുക്കെ പതുക്കെ മോളെ. ആ തലണങ്ങി എടുക്കൂ. എന്റെ പൊന്നു മോളെ. ഓക്കെ ആണോ? അയ്യോ, എന്റെ മോളെ. ഒന്നുമില്ല അമ്മ, വിഷമിക്കണ്ട. ഇരിക്കും, എനിക്കൊന്നുമില്ല. ഇതിന്റെ ഫോൺ ബില്ലടിക്കുന്നു. അമ്മേ, എത്താറായോ? വേണ്ട മോളെ. ഞങ്ങളിതാ വരുന്നു. എത്താറായിരുന്നു? ഞങ്ങൾ വിളിക്കട്ടെ. നടക്കുക. അമ്മ ഇങ്ങോട്ടിരുന്നേ. ഇരിക്കും. ഏട്ടാ, ഏട്ടാ, എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാ ചേച്ചി ഇടയിൽ കയറിയത്. സാരമില്ല ഏട്ടാ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. തൽക്കാലം ഏട്ടൻ ഒന്നിനും പോണ്ട ഏട്ടാ. നിന്നെ തൊട്ടത് ഞാൻ സഹിക്കണമല്ലേ? മോനെ, ഇത്രയൊക്കെ ദ്രോഹം നിന്നോടും ഈ കുടുംബത്തോടും ചെയ്തിട്ടും ഞാൻ ഒന്നും ചെയ്യാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വെറുതെ വിടരുത് മോനെ.
ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് തരാൻ പറ്റില്ല. കാണണോ എനിക്കവനെ? കണ്ടേ പറ്റൂ. അവനെ കണ്ടിട്ടേ ഞാൻ ഇനി നിന്റെ മുമ്പിൽ വരൂ. ഏട്ടാ, എന്റെ നെഞ്ചിലെ ചോരയാ പൊടിഞ്ഞത്. മുറിഞ്ഞത് എന്റെ പ്രാണനാ. ഏട്ടാ, ഏട്ടാ. വേണ്ട, അവനെ തടയണ്ട. ബാലു, ഗോകുൽ, ഒന്ന് കൂടെ ചെല്ല്. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിക്കും. പ്ലീസ്. ശ്രീയേട്ടാ, ഒന്ന് ചെല്ല്. ഗോകുൽ, ബാലു, വാ. അവളെ വിചാരിച്ച ഒരുപക്ഷെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വഴിയുണ്ടാവുമായിരുന്നു. പക്ഷെ ചെയ്തില്ല, ചെയ്യില്ല. എനിക്ക് വേണ്ടി അവളൊരു ചെറു വിരല് പോലും അനക്കിയില്ല. പകരം അവിനാശിനെ എല്ലാവരുടെ മുന്നിലൊരു ഭ്രാന്തനാക്കി. എനിക്കെതിരെ നിൽക്കുന്നവരുടെ എല്ലാം ഒപ്പം ചേർന്നവൾ. ചിത്ര മേഡം വിചാരിച്ച എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു സാർ പറയുന്നത്? എടാ, അമരാവതിയിൽ എല്ലാവർക്കും അവളോട് വലിയ കാര്യം. അത് മരുമകൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ജ്യോതിയുടെ ഏറ്റവും അടുത്ത അടുപ്പക്കാരി കൂടിയാ എന്റെ പെങ്ങളിപ്പോ. അതുകൊണ്ട് അവിടെയുള്ള അവളുടെ സ്വാധീനം വെച്ച് അവൾ എനിക്ക് വേണ്ടി സംസാരിക്കണമായിരുന്നു. പ്രിയയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവക്കറിയില്ലടാ. എടാ, സന്തോഷത്തോടെ പ്രിയയെ അവരെനിക്ക് വിവാഹം കഴിച്ച് തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? അവളതൊന്നും ചെയ്തില്ല. പകരം എന്റെ ശത്രുക്കളുടെ കൂടെ ചേർന്ന് നിന്നു. നിനക്കറിയില്ലടാ, നിശ്ചയത്തിന്റെ ദിവസം എന്നെ മയക്കി കെട്ടിയിടാനും മുറിയിലിട്ട് പൂട്ടാനും അവളല്ലടാ മുന്നിൽ നിന്നത്. സാറേ, അവരുടെ കണ്ണില് സൂര്യമാട് എപ്പോഴും സാറിന്റെ ഭാര്യ. മിണ്ടിപ്പോരുത് ആ പേര്. അവൻ നശിച്ചവളൊന്ന് ചത്തുപോയിരുന്നെങ്കിലേ ആരും ഒന്നും അറിയില്ലായിരുന്നു. സൂര്യ എന്തായാലും ഡി കെ ഇപ്പൊ സാറിനെ അന്വേഷിച്ച് നടക്കുമോ? മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കണ്ട. പിന്നെ വേറൊരു വാർത്ത കൂടെ കേട്ടു. എന്ത് വാർത്ത? സാറിനെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. കൊലപാതക ശ്രമത്തിൽ കേസെടുക്കാനേ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടെന്നാ കേട്ടത്. അയാളത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഡി കെയുടെ ഏറാമൂളിയല്ലേ അയാള്. അതൊന്നും കേട്ട് ഞാൻ ഭയപ്പെടില്ല. സസ്പെൻഷൻ അല്ല, ഇനി ഡിസ്മിസിലാണെന്ന് പറഞ്ഞാലും ഞാനതിനെ നേരിടൂടാ. എന്തൊരടിയാ ആ സുധാകരൻ നായർ എനിക്കിട്ട് താങ്ങിയത്. അറഞ്ചം പുറഞ്ചം തല്ലിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഞാനത് അനുഭവിച്ചു. എന്തൊരു വേദന. പോട്ടെ. ഷാജി, എന്താ സാറേ? എടാ, അവിടെ സേഫ് ആണല്ലോ അല്ലേ? ഇത് തൽക്കാലത്തേക്കുള്ളൊരു താവളമായിട്ട് കരുതിയാൽ മതി സാറേ. സാറിന്റെ മൊബൈൽ നമ്പർ വെച്ച് അവർ ഈ സ്ഥലം ചിലപ്പോൾ കണ്ടെത്തിയെന്നും വരാം. മൊബൈലൊക്കെ എപ്പോഴേ ഓഫ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ അതിന്റെ മണം പിടിച്ച് ഏതേലും ഒരുത്തൻ ഈ മല കയറി വരുമെന്ന്.
കൊള്ളാം. ഇതിനേക്കാൾ സുരക്ഷിതത്വം വേറെ എവിടെ കിട്ടാനാ? ഓ, സ്റ്റേഷനിൽ കയറി CA ഒന്ന് കൈവെക്കാൻ PK എന്നല്ല, ആരും ഒന്ന് വിറയ്ക്കും. സർ സർ ചായ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഡേയ്, പിന്നെ ഇന്നിനി എന്നെ ആര് കാണാൻ വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ശരി സർ. ആ, പേടിപ്പിച്ചു. നല്ല ചായ.